എവിടെയാണ് ഇതിൻ്റെ ഒരു കാഷ്വാലിറ്റി, എവിടെയാണ് ഇതിൻ്റെ ഒരു ഡാമേജ്, എവിടെയാണ് ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സേവിങ്സിലാണ്. ഭാവിയിലേക്ക് നമ്മളെ ജീവിതം ഏറ്റവും ഫിനാൻഷ്യലി നമ്മളെ സെക്യൂർ ആക്കുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനമല്ല. സ്വർണം നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഈ പ്രൈസ് ഉണ്ടാകുന്ന അപ്രീസിയേഷൻ അല്ലാതെ അതിനകത്ത് നേട്ടമൊന്നുമില്ല. കയ്യിലുള്ള സ്വർണം വില കുറയുന്നത് കൊണ്ട് ആശങ്കപ്പെടേണ്ട, കയ്യിൽ സ്വർണം ഉണ്ടെന്ന് കണ്ട് വില കൂടുന്നത് കൊണ്ട് അമിതമായിട്ട് ആഹ്ലാദിക്കുകയും വേണ്ട. EMI കൾച്ചറിൽ നമ്മൾ അഡിക്റ്റ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായി നമ്മൾ ചെയ്യേണ്ടത്. അത് ഒരു സ്ലോ പോയിസണോ അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെയുള്ളൊരു ക്യാൻസറോ ആണ്. ഏത് കാലയളവിലും എല്ലാ നിക്ഷേപ മാർഗ്ഗങ്ങളിലും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ബാങ്ക് ഡിപ്പോസിറ്റിനും ഉണ്ട് അതിൻ്റേതായ റിസ്ക്. ഇപ്പോൾ ഗോൾഡ് വളരെ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഗോൾഡ് ലോണിന് സമീപിക്കുന്നത് നന്നായിട്ടൊന്ന് സൂക്ഷിച്ചിട്ട് മതി. നമ്മുടെ ഒരു പ്രതിമാസ വരുമാനത്തിൻ്റെ 30% കൂടുതൽ നമുക്ക് EMI വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു 25 വർഷത്തേക്കുള്ള വരുമാനം ഓൾറെഡി വാങ്ങി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സാമ്പത്തിക വിപണിയിൽ വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 95.55 കുറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഈ രൂപയുടെ മൂല്യത്തകർച്ച ഉണ്ടല്ലോ, ഒരു സാധാരണക്കാരൻ്റെ ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുക? സത്യത്തിൽ സാമ്പത്തിക ആഘാതം എപ്പോഴും നമുക്ക് ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ സാധാരണ നമ്മളെ ഏത് വലിയ പ്രതിസന്ധി ഉണ്ടായാലും പറയുന്ന അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. ഭയപ്പാടിൻ്റെ ആവശ്യമൊന്നുമില്ല, ജാഗ്രത മാത്രം മതി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം 2 ആഴ്ച കൊണ്ട് തീരുമെന്ന് കരുതിയിരുന്ന യുദ്ധമാണ് ഇപ്പം മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ലോക സമ്പദ് വ്യവസ്ഥ തന്നെ കോവിഡിന് ശേഷം പതിയെ ഒന്ന് റിക്കവർ ചെയ്ത് പതിയെ ഒന്ന് റിക്കവറായി വരുന്ന സമയത്തായിരുന്നു ഉക്രൈൻ യുദ്ധം ഉണ്ടായത്. അത് കുറേ ഏറെ ആശങ്കകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാക്കി. അതൊരു രീതിയിൽ കെട്ടടങ്ങി നിന്ന സമയത്താണ് ഇപ്പം വീണ്ടും ഇറാൻ അമേരിക്ക യുദ്ധം ഇതിലേക്ക് പോയത്. അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഒക്കെ നമുക്കെല്ലാവർക്കും വളരെ ഇതായിട്ട് അറിയാവുന്നതാണ്. അപ്പം ഇപ്പോൾ ചോദിച്ച ചോദ്യം റുപ്പിയുടെ ഡിപ്രീസിയേഷൻ, അതായത് രൂപയുടെ മൂല്യശോഷണം ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആദ്യം പറയാം. അപ്പം നമുക്കറിയാം, നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പണമായിട്ട് നമ്മൾ കൊടുക്കുന്നത് മിക്കവാറും ഫോറിൻ കറൻസിയാണ്. അതിൽ പ്രത്യേകിച്ചും ഡോളറാണ്. അപ്പം ഈ ഡോളർ നേരത്തെ ഒരു 3 മാസം മുമ്പ്, അതായത് ഈ ഒരു ക്രൈസിസ് ഇത്രയും രൂക്ഷമാകുന്നതിന് മുമ്പ് നമുക്ക് 90 രൂപയ്ക്ക് ഒരു ഡോളർ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ചാണ് 95 രൂപ 40 പൈസ കൊടുത്താലാണ് നമുക്കൊരു ഡോളർ കിട്ടുക. അപ്പോൾ ഈ ഡോളർ കൊടുത്ത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന കുറച്ചേറെ ഉൽപ്പന്നങ്ങളുണ്ട്, അവയുടെയും വില കൂടി. ഇപ്പോൾ ലൈക്ക് ക്രൂഡാകട്ടെ, ക്രൂഡ് 3 മാസം മുമ്പ് 77 രൂപയായിരുന്നെങ്കിൽ അതിപ്പോൾ 105 രൂപയായി. ഒരു ബാരലിന് $105 ഇപ്പോഴത്തെ വില. അപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ പകരമായിട്ട് കൊടുക്കേണ്ട പണത്തിൻ്റെയും വില കൂടി, നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെയും വില കൂടി. അപ്പോൾ അതുകൊണ്ടത് നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചോ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരട്ടപ്രഹരമാണ് ഈ രൂപയുടെ മൂല്യശോഷണം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെന്ന് പറഞ്ഞാൽ നമ്മളുടെ നിത്യോപയോഗം പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത വസ്തുക്കളാണ്. അതിപ്പോൾ ക്രൂഡാവട്ടെ, ക്രൂഡിൽ നിന്നാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഫ്യൂവലെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൂടാതെ വളങ്ങളുണ്ട്, പിന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിന് വേണ്ട പല ഘടകഭാഗങ്ങളുമുണ്ട്. നമ്മൾ എഡിബിൾ ഓയിൽസ്, പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയൊക്കെ നമ്മൾ നന്നായിട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കുടുംബ ബജറ്റിനെ ഒരുപാട് സ്വാധീനിക്കുന്ന നിരവധി വസ്തുക്കളാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അവയുടെ പലതിൻ്റെയും പ്രൈസ് കൂടുകയും അതിന് പകരമായി കൊടുക്കുന്ന ഡോളറിൻ്റെ വില കൂടുകയും ചെയ്ത സ്ഥിതിക്ക് ഇവയുടെ എല്ലാം ആത്യന്തിക ഫലമെന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്യൂവലിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അറിയാമല്ലോ. അതെല്ലാം നമ്മൾ ഇപ്പോൾ കേരള എക്കോണമിയെ വെച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തുനിന്ന് വന്നിട്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ വളരെ ആകർഷകമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ധന വില കൂടിക്കഴിഞ്ഞെന്നാൽ അതൊരു കാസ്കേഡിങ് എഫക്റ്റായിട്ട് ഉണ്ടാവുക. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും വിലയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ വില കൂടും. ഇപ്പോൾ നമ്മൾ മുട്ട മുതൽ മുല്ലപ്പ് വരെയുള്ള കാര്യങ്ങളിൽ വില കൂടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുക. അതൊക്കെ നമ്മുടെ ഫാമിലി ബജറ്റിൽ വളരെ വലിയ സമ്മർദ്ദമായിരിക്കും ഉണ്ടാക്കുക. ആശങ്കപ്പെടണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ആശങ്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ക്രൈസിസ് ആയിരിക്കില്ല. ചിലപ്പോൾ ഇത് ടെമ്പററി ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കാലം കൂടി ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം എഫക്റ്റ് എങ്ങനെയായിരിക്കുമെന്ന് അറിയാനായിട്ട് ഇനിയും കുറച്ചുകൂടി കാലം എടുക്കും. അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെട്ടിട്ട് നിന്നിട്ട് കാര്യമില്ല, ജാഗ്രത കാണിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു സാധാരണ ശരാശരി മലയാളിയിൽ ഈ വിലക്കയറ്റം എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കുടുംബ ബജറ്റിനെയാണ് അത് ബാധിക്കുക. അപ്പോൾ ഭക്ഷണ സാധനങ്ങളുടെ എല്ലാം വില നന്നായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് നമ്മളൊരിക്കലും 3 നേരം ഭക്ഷണം കഴിക്കേണ്ട 2 നേരം കഴിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അതുപോലെ നമ്മുടെ ജീവിതശൈലിയിലും വലിയ മാറ്റങ്ങളൊന്നും ചിലപ്പം ഇത് കൊണ്ടുണ്ടായിരുന്നില്ല. പിന്നെ എവിടെയാണ് ഇതിൻ്റെ ഒരു കാഷ്വാലിറ്റി, എവിടെയാണ് ഇതിൻ്റെ ഒരു ഡാമേജ്, എവിടെയാണ് ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സേവിങ്സിലാണ്. അതായത് നമ്മൾ എല്ലാ മാസവും ഒരു ചെറിയ തുക നമ്മൾ മിച്ചം പിടിച്ചിരുന്നെങ്കിൽ ഈ വിലക്കയറ്റം മൂലം അത്
ക്രമേണ ഇല്ലാതാകും. ഇപ്പോൾ നമ്മൾ ലൈഫ് ചിട്ടിയിൽ അടച്ചുകൊണ്ടിരുന്ന പൈസ അത് മുടങ്ങും. ചിലപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് SIP ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അടവ് ചിലപ്പം മുടങ്ങിയേക്കാം. അതുപോലെ നമ്മൾ റെക്കറിംഗ് ഡിപ്പോസിറ്റിൽ മാസം ഒരു ചെറിയ തോത് ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ അത് മുടങ്ങും. ചിലപ്പം ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ റെഗുലറായിട്ട് അടച്ചുകൊണ്ടാണ് നമ്മൾ പോയിരുന്നതെങ്കിൽ അതിൻ്റെ അടവെല്ലാം മുടങ്ങി അത് ഒരു കുറച്ച് ഓരോ പീരീഡ് ഓഫ് ടൈം ആകുമ്പോൾ അത് 0 ആകും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? കടം വാങ്ങാൻ തുടങ്ങും. എപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലിന് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ അവസാന നിമിഷം വരെ അതിനകത്തൊന്നും പ്രതികൂലമായിട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ നോക്കും. പിന്നെ നമ്മൾ കടം വാങ്ങും. ആ കടം അത് ഒരു വശത്തോടി ഇപ്പോൾ നമുക്കറിയാം ഒരു 5000 രൂപയുടെ ഒരു സാധനം വാങ്ങിയാൽ പോലും നമുക്ക് EMI വ്യവസ്ഥയിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ ഇതിലേക്കാണ് അടുത്തത് പോകുമ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കാനോ അതിൻ്റെ ഇതെല്ലാം കൂടി അൾട്ടിമേറ്റ് ഒരു വലിയൊരു കടബാധ്യതയിലേക്കായിരിക്കും നമ്മളൊരു സാധാരണക്കാരായ ഒരു മനുഷ്യനെ കൊണ്ടുപോവുക. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവുകളൊക്കെ ക്രമീകരിക്കുക. കാരണം നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന നമുക്ക് കിട്ടുന്ന വരുമാനം ഏത് വഴിക്കാണ് പോകുക എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. അത് ചിലവഴിക്കുക മാസാവസാനമാകുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സാലറി കിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിൽ നിന്ന് അതും ഇതുപോലെ ചിലവഴിക്കുക എന്നുള്ളതാണ്. എവിടെയാണ് ഇത് പോകുന്നത്, എവിടെയാണ് കൂടുതൽ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ കാര്യമായ ധാരണയൊന്നുമില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കൊന്നൊരു മാറ്റം കൊണ്ടുവരാൻ ഈ പ്രതിസന്ധി ഉപകാരപ്പെടുമെങ്കിൽ അത് ജീവിതകാലം മുഴുവനും നമുക്ക് വലിയ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പണം ചിലവായി പോകുന്നതെന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കിയിട്ട് ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ പിശുക്കിലേക്കൊന്നും പോകണമെന്നില്ല. ജീവിതത്തിൽ വലിയ വരിഞ്ഞു മുറുക്കി ജീവിക്കണമെന്നൊന്നുമില്ല. പക്ഷേ എവിടെയാണ് ഈ വിലക്കയറ്റം മൂലം ചോർച്ച കൂടുതൽ സംഭവിക്കാൻ പോവുക, നമ്മുടെ കുടുംബ ബജറ്റിൽ നിന്ന് നമ്മുടെ പൈസ എങ്ങനെ പോകാൻ സാധ്യതയുള്ളതെന്ന് കണ്ടുപിടിച്ച് ആ ചോർച്ചകളൊക്കെ അടച്ചിട്ട് നമുക്ക് ഈ പ്രതിസന്ധിയെ കുറേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നീടുള്ളത് നമുക്കൊരു പാസീവ് ഇൻകത്തിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പം എക്സ്ട്രാ ഓവർ ടൈം ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതങ്ങനെ വേറെ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് കണ്ടെത്തി അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെറിയ ഹോബികളെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെയൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത്തരം മാർഗ്ഗങ്ങളിലൂടെയും പോകാവുന്നതാണ്. നിക്ഷേപങ്ങളിലാണ് കൂടുതൽ കരുതൽ വേണ്ടതെന്നാണ് സാറ് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മലയാളിയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ അവർ കൂടുതൽ നിക്ഷേപം എന്ന് പറയുമ്പം ആദ്യം അവരുടെ മൈൻഡിലേക്ക് വരിക സ്വർണ്ണമാണ് വലിയ നിക്ഷേപമായിട്ട് മലയാളികൾ കണക്കാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഈ സ്വർണ്ണത്തിലെ നിക്ഷേപം മുഴുവൻ കൊണ്ടുവരുന്നതിനെ അത് സത്യത്തിൽ നെഗറ്റീവായിട്ടാണോ ബാധിക്കുക? നമുക്കൊക്കെ ഒരു ചെറിയ സമ്പാദ്യങ്ങളാണ് ഉള്ളത്. നമ്മുടെ ഭാവിയിലെ വലിയ ഫിനാൻഷ്യൽ ഗോൾസൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് സമ്പാദ്യത്തെ സ്വരുക്കൂട്ടി ഒരു വലിയ തുകയാക്കി ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. അതിന് നമുക്ക് വേണ്ടത് പല മാർഗ്ഗങ്ങളിൽ നിക്ഷേപിക്കുക എന്നുള്ളത്. ആ പല മാർഗ്ഗങ്ങളിൽ നിക്ഷേപിക്കുന്നതിനകത്ത് ഒരു മാർഗ്ഗം മാത്രമേ സ്വർണ്ണമാകാവുള്ളൂ എന്നതാണ് ഒരു പൊതുവേ ഉള്ളൊരു നിയമം. ഇതിനകത്ത് തമ്പ് റൂളായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിക്ഷേപിക്കാനായിട്ടുണ്ടോ അതിൻ്റെ ഒരു 10 മുതൽ 15% കൂടുതൽ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കരുത് എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വലിയ രീതിയിൽ ഉയരുകയും അതേപോലെ തന്നെ കണ്ണടച്ച് തുറക്കും മുമ്പ് ആ വില താഴോട്ട് വരികയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. സ്വർണ്ണത്തിന് എപ്പോഴും ഒരു ഫാൻസി വാല്യൂ ഉണ്ട്, അത് ഓർണമെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് സ്വർണ്ണത്തോട് നമുക്കൊരു താല്പര്യവും അടുപ്പവും തോന്നുന്നതിനകത്ത് കുറ്റം നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിനെ നിക്ഷേപമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ആയിട്ട് ലിമിറ്റ് ചെയ്യുകയും പല മാർഗ്ഗങ്ങളിലൂടെ, അതിപ്പോൾ ചിട്ടിയാകാം, ബാങ്ക് ഡിപ്പോസിറ്റ് ആകാം, ബാങ്ക് റിക്കറിംഗ് ഡിപ്പോസിറ്റ് ആകാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആകാം, ഓഹരി ആകാം. അപ്പോൾ അങ്ങനെയുള്ള മാർഗ്ഗങ്ങളിൽ നിക്ഷേപിക്കുന്നതിൻ്റെ കൂടെ ഒരു നിക്ഷേപമായിട്ട് മാത്രം സ്വർണ്ണത്തെ കാണുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇത് ഉള്ളത്. അപ്പം ഈ സ്വർണം നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഈ പ്രൈസ് ഉണ്ടാകുന്ന അപ്രീസിയേഷൻ അല്ലാതെ അതിനകത്ത് നേട്ടമൊന്നുമില്ല. വേറെ ഒന്നും ബാങ്കിലിട്ടാൽ അതിന് പലിശയെങ്കിലും കിട്ടുക, മുതൽ അതേപോലെ സുരക്ഷിതമായിട്ടിരിക്കും. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും അതിൻ്റെ ഒരു ഓവർ പീരീഡ് ഓഫ് ടൈം അത് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിലൂടെ ഗ്രോ ചെയ്ത് വലിയൊരു തുകയാകും. പിന്നെ ഓഹരികളിലാണെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടുന്നതിനോ അനുസരിച്ച് നേട്ടം ഉണ്ടാകുന്നത് കൂടാതെ ആ കമ്പനികളുടെ ലാഭവിഹിതത്തിൽ നിന്ന് നമുക്കൊരു ശതമാനം നമുക്ക് കിട്ടുന്നത് അത് ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് മാറും. പക്ഷേ സ്വർണ്ണത്തെ സംബന്ധിച്ച് അതിനകത്ത് വേറെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വാങ്ങി വയ്ക്കുക സ്വർണ്ണം അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകും. അതിനകത്ത് പ്രൈസ് കൂടുന്നില്ല എങ്കിൽ അത് വെറുതെ ഒരു കറൻസി പോലെ ഇരിക്കുന്നൊരു ലോഹം പോലെ അവിടെ ഇരിക്കുന്നതാണ്. പിന്നെ ഓർണമെൻറ്റ്സ് ആണെങ്കിൽ അത് ഇട്ട് പോകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മാനസികമായിട്ടുള്ള സന്തോഷവും അത് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസൊക്കെ നമുക്ക് തരുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനമുണ്ട്. പക്ഷേ സ്വർണ്ണത്തെ നിക്ഷേപമായിട്ട് കണക്കാക്കുന്നതിൽ തെറ്റില്ല. ആഭരണം നിങ്ങൾ നിക്ഷേപമായി കണക്കാക്കി അത് വാങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുന്ന തുക ഈ മൊത്തം നിക്ഷേപത്തിൻ്റെ ഒരു 10-15% കൂടുതൽ ലിമിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വിലയിൽ എത്ര ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും അത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മളെ ഒരു രീതിയിലും അത് തടസ്സമായിട്ട് വരില്ല. അതല്ല നമ്മുടെ 1,00,000 രൂപ ഒരു വർഷം നമുക്ക് നിക്ഷേപിക്കാനുണ്ട്, ഇപ്പോഴത്തെ പ്രൈസ് ഇനിയും അങ്ങോട്ട് ഭാവിയിൽ ഇതേപോലെ തന്നെ കൂടുമെന്ന് വിചാരിച്ചിട്ട് ആ തുക മുഴുവനും നമ്മൾ സ്വർണ്ണത്തിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ അത് കൂടുതൽ ക്രൈസിസ് ഉണ്ടാക്കും. അപ്പം സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നത് തെറ്റില്ല,
നിക്ഷേപം എന്ന രീതിയിൽ സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുന്നതിലും തെറ്റില്ല. പക്ഷേ എത്ര രൂപയാണ് അതിനു വേണ്ടി നിങ്ങൾ മുടക്കുന്നത് എന്നത് നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഇനി ഈ സ്വർണ്ണത്തിൽ കൂടുതൽ നിങ്ങൾക്ക് നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ആഭരണം വാങ്ങിക്കുന്നതിനകത്തൊരു ലിമിറ്റ് കൊണ്ടുവന്നിട്ട് ബാക്കി തുക നിങ്ങൾക്ക് ഗോൾഡ് ETF എന്ന് പറയുന്ന പുതിയ ഫിനാൻഷ്യൽ അസറ്റ് മോഡലിൽ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഗോൾഡിൽ നിക്ഷേപിക്കാം. അങ്ങനെ ഡിജിറ്റൽ ഗോൾഡുകളിലേക്ക് നിങ്ങൾക്ക് കുറേശ്ശെ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് പരിഗണിക്കുക. മലയാളിയുടെ കൾച്ചറിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫാക്ടറാണ് ഗോൾഡ് എന്ന് പറയുന്നത്. വിവാഹാവശ്യങ്ങൾക്കായിട്ട് ഇതുപോലെ ഗോൾഡ് വാങ്ങി വെക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴത്തെ സമയം ഇതുപോലെ വാങ്ങാൻ സേഫ് ആണോ? സ്വർണ്ണം നമുക്ക് മറ്റുള്ള എന്തെങ്കിലും സാധനം പോലെ വില കുറയുമ്പോൾ വാങ്ങി വെച്ചിട്ട് വില കൂടുമ്പോൾ വിൽക്കാം എന്ന കണക്കാക്കി സമീപിക്കാവുന്ന ഒരു നിക്ഷേപമോ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമോ ആയിട്ട് നിങ്ങൾ ഗോൾഡിനെ നേരിട്ട് കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല ഏത് സാഹചര്യത്തിലും അത് ഒരിക്കലും ആശ്വാസമല്ല. കാരണം നമ്മളുടെ ചിന്തകൾക്കും നമ്മുടെ അറിവിനും ബാഹ്യമായ കാരണങ്ങളാലായിരിക്കും ഗോൾഡിൻ്റെ പ്രൈസിനെയൊക്കെ പൊതുവെ ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാൻ ഉള്ളത്. ഗോൾഡ് എപ്പോഴും ഒരു ആഗോളതലത്തിൽ തന്നെ വലിയ ക്രൈസിസ് നേരിടുന്ന സമയത്ത് പലരും ഹെഡ്ജ് അല്ലെങ്കിൽ ഇതുപോലെ ഭാവിയിലുണ്ടാകുന്ന നഷ്ടത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർണ്ണം ഒരു നിക്ഷേപ ഉപാധിയായിട്ട് കണക്കാക്കി അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിൽ മാറ്റുന്നത് കൊണ്ടാണ് ഈ ഗോൾഡിൻ്റെ പ്രൈസ് എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുൽപ്പന്നങ്ങളെ പോലെ വില കുറയുമ്പോൾ വാങ്ങി വില കൂടിപ്പോൾ വിൽക്കാം എന്ന രീതിയിൽ സ്വർണ്ണത്തെ സമീപിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. പിന്നെ ആഭരണങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ നമുക്കറിയാം, ഇപ്പം 1,00,000 വിലയുള്ള ഒരു സ്വർണം ആഭരണം നമ്മൾ വാങ്ങി പിറ്റേ ദിവസം വിറ്റാൽ പോലും നമുക്കൊരു 75,000 മുതൽ 80,000 രൂപ വരെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വില കുറയുമ്പോൾ വാങ്ങി വില കൂടുമ്പോൾ വിൽക്കാം എന്നുള്ള രീതിയിൽ സ്വർണ്ണത്തെ സമീപിക്കും. പ്രത്യേകിച്ച് ആഭരണങ്ങളെ സമീപിക്കുമ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. സ്വർണം കൊണ്ട് അടുത്ത ഒരു മെയിൻ കാര്യം അവർ ചിന്തിക്കുന്നത് പണയം വെക്കാൻ പറ്റുന്നത്, തൽക്കാല ആവശ്യത്തിനായിട്ട് പണം ലഭിക്കുന്നു. ഈ പണയം വെക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു രൂപയുടെ ഒരു മൂല്യത്തകർച്ചയായാലും എന്തായാലും ഇപ്പം എങ്ങനെ ബാധിക്കുന്നുണ്ടാവും? ഈ ഗോൾഡ് ലോൺ അല്ലെങ്കിൽ ഈ സ്വർണ്ണ വായ്പ എന്ന് പറയുന്നത് എപ്പോഴും അതിനെ ബ്രിഡ്ജ് ലോൺ എന്നാണ് പറയുക. അതായത് നമ്മൾക്ക് പെട്ടെന്ന് പണത്തിന് അത്യാവശ്യം വന്നു, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൈസ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ അത്രയും സമയത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ടാണ് പൊതുവെ ഗോൾഡ് ലോണുകൾ ബാങ്കുകളാകട്ടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ബ്രിഡ്ജ് ലോൺ ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡുള്ള ലോണുമാണ്. ഇപ്പം നമുക്കറിയാം, ഹൗസിംഗ് ലോണാണെങ്കിൽ 30 വർഷം വരെ അതിന് കാലാവധിയുണ്ട്. പേഴ്സണൽ ലോണാണെങ്കിൽ 8 വർഷം വരെ കാലാവധിയുണ്ട്. ഈ ലാൻഡ് മോർട്ട്ഗേജ് ലോണാണെങ്കിൽ 10-15 വർഷം വരെ കാലാവധിയുണ്ട്. ഗോൾഡ് ലോണിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ മാക്സിമം 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ. അത് 3 മാസം മുതൽ തുടങ്ങുന്നത്. നമുക്കെപ്പോഴും അറിയില്ല ഈ ഗോൾഡ് ലോണിൻ്റെ കാലാവധി വളരെ ചുരുങ്ങിയതാണെന്നുള്ളത്. നമ്മൾ കൊണ്ടുപോയി ഗോൾഡ് വയ്ക്കും, പലിശ അടച്ച് അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. ഓരോ പീരീഡ് കഴിയുമ്പോഴും ഒരു ഫ്രഷ് ലോണായിട്ടായിരിക്കും അതങ്ങനെ ഇത് ചെയ്തു പോകുക. അപ്പോൾ വളരെ ചെറിയ കാലയളവ് മാത്രമുള്ള ഈ ഗോൾഡിലാണ് ഏറ്റവും കൂടുതൽ കാലം ആളുകൾ ലോണിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം നമ്മൾ പ്രൈവറ്റ് ഗോൾഡ് ലോൺ കമ്പനികളിലാണെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുത്തില്ലെങ്കിൽ പലിശ റോക്കറ്റ് പോലെ ആയിരിക്കും അത് കൂടുക. അപ്പോൾ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം, പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലുണ്ടെങ്കിൽ മാത്രം ഗോൾഡ് ലോൺ എടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് മറ്റ് ലോണുകൾ, പേഴ്സണൽ ലോണാകട്ടെ, ഹൗസിംഗ് ലോണാകട്ടെ, അല്ലെങ്കിൽ ലാൻഡ് മോർട്ട്ഗേജ് ലോണാകട്ടെ, അങ്ങനെയുള്ള ലോൺ എടുക്കുന്നതായിരിക്കും ആവശ്യം. ഇപ്പോൾ ഗോൾഡ് വളരെ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഗോൾഡ് ലോണിനെ സമീപിക്കുന്നത് നന്നായിട്ടൊന്ന് സൂക്ഷിച്ചിട്ട് മതി. പക്ഷേ വേറെ മറ്റ് മാർഗ്ഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ മാർഗ്ഗം തുടരുന്നതിനകത്തും തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഇപ്പോൾ ഇത് കയ്യിൽ കുറച്ച് ഗോൾഡ് ഇരിപ്പുണ്ട് എന്നുള്ള സമാധാനത്തിൽ കഴിയുന്ന സാധാരണക്കാരായ ആൾക്കാരുണ്ടാവുമല്ലോ, അവർ ശരിക്കും ഇപ്പം എത്രത്തോളം ആശങ്കയിലാവണം? അങ്ങനെ ഒരിക്കലും ഇല്ല. ഗോൾഡ് നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് ഗോൾഡ് ഉള്ളത് എല്ലാ കാലത്തും നല്ലത് തന്നെയാണ്. കാരണം ഏറ്റവും ലിക്വിഡായിട്ട് ഇത് പെട്ടെന്ന് നമുക്ക് വിറ്റ് ക്യാഷാക്കാൻ പറ്റും. എവിടെയെങ്കിലും പോയാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും. ലാൻഡ് പോലെയല്ല, വളരെ ലിക്വിഡാണ് ഗോൾഡ്. അത് പെട്ടെന്ന് ചെയ്യാം. ലാൻഡൊക്കെ നമുക്ക് പെട്ടെന്ന് വിറ്റ് ക്യാഷാക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ. ഗോൾഡിലുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് സമാധാനം നൽകുന്നതാണ്. ഈ പ്രൈസ് ഫ്ലക്ച്വേഷനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ പ്രൈസ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് കയ്യിലുള്ള സ്വർണം വില കുറയുന്നതുകൊണ്ട് ആശങ്കപ്പെടേണ്ട. കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്ന് കണ്ട് വില കൂടുന്നത് കൊണ്ട് അമിതമായിട്ട് ആഹ്ലാദിക്കുകയും വേണ്ട. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള നിക്ഷേപം എന്ന് പറയുന്നത് അതെവിടെയാണ്? നിക്ഷേപങ്ങളെ സംബന്ധിച്ച് നമ്മൾ സേഫസ്റ്റ് ആണോ അതിനകത്ത് റിസ്ക് ഉണ്ടോ എന്ന ഒരു രീതിയിലായിരിക്കരുത് നമ്മൾ പല നിക്ഷേപ മാർഗ്ഗങ്ങളെയും സമീപിക്കാനായിട്ട്. നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾ എന്താണ്, നമ്മൾ എന്ത് ആവശ്യത്തിനാണ് ഈ നിക്ഷേപം തുടങ്ങുന്നത് എന്നതിനെ ആശ്രയിച്ച് വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ട നിക്ഷേപ മാർഗ്ഗങ്ങളെ. ഒരു 10 മുതൽ 15 വർഷത്തിന് ശേഷം മതി നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക തിരിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 മുതൽ 15 വർഷം വരെ കാലയളവ് അതിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഹരി നിക്ഷേപ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം, മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം. 5 വർഷം വരെയൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് FD അത് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഡെപ്പോസിറ്റുകളെ സ്വീകരിക്കാം.
അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ഗോൾഡ് ETF അതുപോലുള്ള മാർഗ്ഗങ്ങളെയൊക്കെ സ്വീകരിക്കാം. അപ്പോൾ ഈ ഏത് കാലയളവിലും എല്ലാ നിക്ഷേപ മാർഗ്ഗങ്ങളിലും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇപ്പം ഓഹരിയിൽ ആണ് ഏറ്റവും കൂടുതൽ റിസ്ക് എന്നാണ് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത്. പക്ഷേ ബാങ്ക് ഡിപ്പോസിറ്റിനും ഉണ്ട് അതിൻ്റേതായ റിസ്ക്. 5 ലക്ഷം രൂപ ബാങ്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കൊളാപ്സ് ആയാൽ 5 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്കും മാത്രമേ അതിനൊരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉള്ളൂ. ബാക്കിയുള്ള തുക ആ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെയും അത് എത്രമാത്രം ലയബിലിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും 5 ലക്ഷത്തിൽ കൂടുതൽ നമ്മൾ ഇട്ടിരിക്കുന്ന നിക്ഷേപം നമുക്ക് തിരിച്ച് കിട്ടുന്ന കാര്യത്തിൽ ഗ്യാരണ്ടി ഉള്ളൂ. അപ്പോൾ എല്ലാ നിക്ഷേപ മാർഗ്ഗങ്ങളിലും അതിൻ്റേതായ റിസ്ക്കും ഉണ്ട്, അതിൻ്റേതായ പോസിറ്റീവ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ നിക്ഷേപ ഗോൾ എന്താണ്, അതിന് എത്ര വർഷം നമുക്ക് ഒരു കൂളിംഗ് പീരീഡ് ഉണ്ട് എന്നതിനെ ആശ്രയിച്ച് വേണം പല പല മാർഗ്ഗങ്ങളെയും നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. റിസ്ക് എല്ലാ നിക്ഷേപങ്ങളിലും ഉണ്ട്. ചിലതിൽ ഏറിയിരിക്കും, ചിലതിൽ കുറഞ്ഞിരിക്കും. അതാണ് നിക്ഷേപങ്ങളുടെ കാര്യത്തിലെ ഒരവസ്ഥ. ഈ വിദേശ പഠനം അല്ലെങ്കിൽ വിദേശ യാത്ര ഇതിനൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നുണ്ടാവുക? ഇപ്പോൾ ഈ റുപ്പിയുടെ മൂല്യശോഷണം കൊണ്ട് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് വിദേശങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികളുടെ ട്യൂഷൻ ഫീസിൻ്റെ കാര്യത്തിലായിരിക്കും. കാരണം ഈ പറഞ്ഞ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മൾ കൂടുതൽ തുക മുടക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഫോറിൻ റിസർവ് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നിപ്പം ഗവൺമെൻറ്റൊക്കെ ആഹ്വാനം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വിദേശ യാത്രയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കുന്നത് രാജ്യത്തിൻ്റെ ഒരു മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ശക്തിപ്പെടുത്തുന്നതിനും കൂടി സഹായകരമാകും. അത് പ്രൊഡക്റ്റീവ് അല്ലാതെയുള്ള യാത്രകളുടെ കാര്യത്തിൽ ഒരു പരിധി ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതുപോലെ വിദേശത്ത് പഠിക്കുന്ന കുട്ടികളിൽ അവർക്ക് ഒരു പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾക്ക്? അങ്ങനെ പാനിക് ആവേണ്ട കാര്യമില്ല. ഈ പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് രൂപയുടെ മൂല്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സാമ്പത്തിക ബാധ്യത ചെറിയ രീതിയിലാണെങ്കിൽ പോലും അതുണ്ടാകും എന്നുള്ളത് സത്യമാണ്. അതിനനുസരിച്ച് നമ്മളത് മേക്കപ്പ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മളതിനകത്ത് ആശങ്കപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം ചിലപ്പോൾ ഇത് താൽക്കാലികമായിരിക്കും, ചിലപ്പം നമുക്കത് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊന്ന് സേഫായിട്ടിരിക്കുക, ഇക്കാര്യങ്ങളെല്ലാം നോക്കി അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് സ്വീകരിക്കാവുന്ന ഒരു മാർഗ്ഗമാണ്. ചെറുകിട ബിസിനസ്സുകൾ ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കാം? കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് ഈ ഡോളറിൻ്റെ വില കൂടുന്നത് കൂടുതൽ ഗുണകരമായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ കേരള ഇക്കോണമി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് എക്സ്പോർട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്പൈസസ് ഉണ്ട്, ഇവിടുന്ന് പച്ചക്കറികളെല്ലാം പോകുന്നുണ്ട്, ഇവിടെ പ്രോസസ്ഡ് ഫുഡുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ ഈ ഒരു സാഹചര്യം ഇപ്പം ഡോളർ പക്ഷേ ഈ പ്രൈസിലെ ഈ ഒരു അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ഒക്കെ അവർക്ക് ഗുണകരമായി മാറും. പക്ഷേ ഈ ഉണ്ടാകുന്ന ക്രൈസിസ് ഉണ്ടാകുന്ന മറ്റു മാർഗ്ഗങ്ങൾ ഇപ്പം അവർക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഈ ഫ്യൂവലിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് സാധനങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കുമ്പോൾ റോ മെറ്റീരിയലുകളുടെ വില കൂടുതലായിരിക്കും. പിന്നെ ബാക്കിയുള്ള ചിലവുകളൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ക്രൈസിസുകളുണ്ടാകും. പക്ഷേ ഈ രൂപയുടെ മൂല്യശോഷണം കൊണ്ട് അവർക്ക് കൂടുതൽ പ്രയോജനം. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ശമ്പളത്തിൽ വലിയ വർധന ഉണ്ടായില്ലെങ്കിലും ഈ രൂപയുടെ മൂല്യം കുറയുന്നത് കൊണ്ട് കൂടുതൽ പൈസ ഇങ്ങോട്ടേക്ക് അയക്കാനായിട്ടുള്ളൊരു പറ്റും. ആ രീതിയിൽ നോക്കുമ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്സ്. ഒന്നും അത് കയറ്റുമതി ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് കൂടുതൽ വരുമാനം നേടാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. സാധാരണ മലയാളി ഒരു സേവിങ്സ് കയ്യിൽ വെച്ച് നിൽക്കുകയാണ്. ആ ഒരു മലയാളിയോട് എന്തായിരിക്കും ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ നൽകാവുന്ന ഒരു ഏറ്റവും വലിയൊരു അഡ്വൈസ്? ഏത് ക്രൈസിസ് വന്നാലും നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഗോൾ മുമ്പിൽ കണ്ടിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അറ്റ് എനി കോസ്റ്റ് അത് മുടങ്ങാതെ നോക്കണം. കാരണം ഇപ്പം ചിട്ടിയാണെങ്കിൽ ചിട്ടി, ബാങ്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അല്ലാതെ മ്യൂച്വൽ ഫണ്ടിലെ SIP ആണെങ്കിൽ അതൊന്നും മുടങ്ങാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ക്രൈസിസ് പീരീഡിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ബാക്കി ചിലവുകളിൽ ജീവിതത്തിലെ ഒരു സന്തോഷം ഇല്ലാതാകുന്നില്ലെങ്കിൽ അത് അങ്ങനെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ചിലവ് ഏതൊക്കെ മേഖലയിൽ നമുക്ക് ചുരുക്കാൻ പറ്റും എന്നുള്ളത് നോക്കണം. ക്രൈസിസ് പീരീഡ് നേരിടുന്ന സമയങ്ങളിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് ഹയർ അപ്രീസിയേഷൻ കിട്ടാനാണ് ഭാവിയിലേക്കുള്ള ലോങ് ടേം നിക്ഷേപങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ വരുമ്പോഴുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് അതൊരിക്കലും മുടങ്ങാതെ നോക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പാസീവ് ഇൻകം, എക്സ്ട്രാ ഇൻകം നേടാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് പരമാവധി വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചിലവുകൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഇമ്മീഡിയറ്റായിട്ട് നാളെ ചിലവ് ചുരുക്കണമെന്ന് പറഞ്ഞിരിക്കേണ്ട, പക്ഷേ നമ്മുടെ പൈസ പോകുന്നത് ഏത് രീതിയിലാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കണം. അത് എഴുതി വയ്ക്കുന്ന ശീലമോ ബാങ്കിലെ ഫോണിൽ ഏതെങ്കിലും ആപ്പിൽ നോട്ട് ചെയ്ത് വയ്ക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാമ്പത്തികമായിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അതായിരിക്കാം. നമ്മുടെ കയ്യിൽ ആക്ച്വലി നമ്മളെ ഭാവിയിലേക്ക് നമ്മളെ ജീവിതം ഏറ്റവും ഫിനാൻഷ്യലി നമ്മളെ സെക്യൂർ ആക്കുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനമല്ല, ആ വരുമാനത്തിൽ നിന്ന് ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എത്ര സേവ് ചെയ്യുന്നു, ആ സേവിങ്സാണ് ആക്ച്വലി നമ്മുടെ ഒരു ഫിനാൻഷ്യൽ
ഒരു 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 ഫൗണ്ടേഷനായിട്ട് മാറുന്നത്. നമുക്ക് 1,00,000 രൂപ വരുമാനമുണ്ട് മാസം. ആ 1,00,000 രൂപ മുഴുവൻ ചിലവായി പോവുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നേരെ മറിച്ച് അതിനകത്ത് ഒരു 50,000 രൂപ നമ്മൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമുക്കൊരു സ്ട്രോങ് പില്ലറായിട്ട് മാറാൻ പറ്റുക. അപ്പോൾ ഈ സേവിങ്സ് നടത്തുമ്പോൾ തന്നെ ആലോചിക്കുന്നത് പിശുക്കല്ല സേവിങ്സ്. ജീവിതം വളരെ ഹാപ്പിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി തന്നെ അത് നമ്മളതിനകത്ത് നിന്ന് സേവ് ചെയ്യുക. ഓരോ മാസവും പറ്റുമെങ്കിൽ അതിനകത്തൊരു 5% വീതം കൊണ്ടുവരിക, അല്ലെങ്കിൽ എവരി ഇയർ ഈ സേവിങ്സിലൊരു 10% വീതം വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. അത് ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും നിക്ഷേപ മാർഗ്ഗങ്ങളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് തുടർച്ചയായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഫിനാൻഷ്യലി നമുക്ക് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ജോലി ചെയ്ത് വരുമാനം നേടി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും ഫിനാൻഷ്യലി സെക്യൂർ ആകാൻ ഏത് ക്രൈസിസ് വന്നാലും മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യം അതാണ്. പിന്നെ ഇപ്പം ഉള്ള ഈ ക്രൈസിസ് ഒക്കെ കൂടുതൽ രൂക്ഷമാകുകയാണെങ്കിൽ നമ്മുടെ ജോബിൻ്റെ കാര്യത്തിലൊക്കെ കുറേ അൺസർട്ടനിറ്റി ഉണ്ടാക്കാം, ജോബ് ലോസ് ഉണ്ടാകാം, ജോബിൻ്റെ പ്രൊമോഷൻ ഇല്ലാതെയാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായാലും നമുക്കൊരു 3-4 മാസത്തേക്കോ ഒരു 6 മാസത്തേക്കോ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കണം. അത് ഏറ്റവും ഈ ക്രൈസിസ് പീരീഡിലാണ് എപ്പോഴും അതിൻ്റെ ഒരു ഗുണഫലം ഉണ്ടാകുക. പക്ഷേ നമ്മളിപ്പോഴും വൈകിട്ടില്ല. ഈ ക്രൈസിസ് ഇനി കൂടുതൽ വഷളാകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ഒരു എമർജൻസി ഫണ്ട് ഒരു സാധാരണക്കാരൻ എപ്പോഴും ഉണ്ടാകണം. അതൊരു 6 മാസത്തെ പ്രതിമാസ ജീവിത ചെലവ് 6 ഇരട്ടി ചുരുങ്ങിയത് ഒരു 12 ഇരട്ടി വരെ എങ്കിലും 6 മുതൽ 12 ഇരട്ടി വരെ തുക. ഒരു മാസം 5,000 രൂപ ചിലവുണ്ടെങ്കിൽ ഒരു 60,000 രൂപയുടെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കാലം ജോബ് ലോസ് ഉണ്ടായാലും നമ്മുടെ ജീവിതത്തെ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അപ്പം മനസ്സമാധാനത്തോടെ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് വഴികൾ തെളിയും. നേരെ മറിച്ച് ഇന്ന് ജോബ് പോയി നാളെ മുതൽ നമുക്ക് ജീവിക്കാൻ 5 പൈസ കയ്യിലില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ പാനിക്കാവും. ആ സമയത്ത് ചെയ്യുന്നതെല്ലാം അബദ്ധത്തിലെ കലാശിക്കുള്ളിൽ നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരിക്കും. അത്ര സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ സേഫായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ എമർജൻസി ഫണ്ട് ജീവിതത്തിൽ വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ പറയുന്ന ക്രൈസിസൊക്കെ ഈ പറഞ്ഞ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലയൊക്കെ കൂടുകയാണെങ്കിൽ അതൊരു ചുരുങ്ങിയതൊരു ഇപ്പോഴത്തെ സാഹചര്യം ഇതുപോലെ പോവുകയാണെങ്കിൽ 20% വരെ നമ്മുടെ ഫാമിലി ബജറ്റിൽ വർധനവുണ്ടാക്കുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ 20% എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു 10,000 രൂപ ഒരു മാസം ചിലവുണ്ടെങ്കിൽ 2,000 രൂപ അഡീഷണൽ നമുക്ക് അധികം ചിലവാകും. 5,000 രൂപയാണ് നമ്മുടെ മാസ ചിലവെങ്കിൽ 1,000 രൂപ എക്സ്ട്രാ അതിനകത്ത് വരുവാണ് ചെയ്യുന്നത്. ഒരു വർഷമാകുമ്പോൾ 12,000 രൂപയാകും. 5,000 രൂപയാണ് ചിലവെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിത ചിലവ് ഉയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം കണക്കാക്കി ഈ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ക്രൈസിസിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. അതെ, ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ അനലൈസ് ചെയ്യുമ്പം നമ്മുടെ മലയാളിയുടെ സംസ്കാരത്തിൽ എന്താണ് ഇന്നും മാറ്റാൻ സാധിക്കാത്തൊരു ദൂർത്തെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നത് അവർ അറിയുന്നില്ല, അറിഞ്ഞാൽ തന്നെ അവരത് കാര്യമാക്കുന്നില്ല എന്ന് കരുതുന്ന ഒരു ഹാബിറ്റ് എന്തായിരിക്കും? EMI കൾച്ചറിൽ നമ്മൾ അഡിക്റ്റ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായി നമ്മൾ ചെയ്യേണ്ടത്. അത് ഒരു സ്ലോ പോയിസണോ അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെയുള്ളൊരു ക്യാൻസറോ ആണെന്നുള്ളത് ഒരിക്കലും അറിയില്ല. നമ്മുടെ ഒരു പ്രതിമാസ വരുമാനത്തിൻ്റെ 30% കൂടുതൽ നമുക്ക് EMI വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു 25 വർഷത്തേക്കുള്ള വരുമാനം ഓൾറെഡി വാങ്ങി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി 25 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, അത് തവണകളായി അടച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ 30% വരെ നമ്മുടെ EMI പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ EMI ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ എത്ര ശതമാനമാകും ഈ 30%ത്തിലേക്ക് അടുക്കാൻ ഇനി എത്ര ഇതുകൂടി മതിയെന്ന് ആലോചിച്ചാൽ. അപ്പോൾ EMI ഒരു സ്ലോ പോയിസണിങ് ആണ്. അത് നമ്മുടെ ജീവിതത്തിലെ ഭാവിയിലെ സാമ്പത്തിക ലക്ഷ്യങ്ങളെല്ലാം കില്ല് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വരുമാനത്തിനുള്ളിൽ നിന്ന് ജീവിക്കുക എന്നുള്ളതാണ്. കടം വാങ്ങുക എന്നുള്ളത് പറഞ്ഞു തന്നാൽ അത് തെറ്റൊന്നുമല്ല. അപ്പോൾ നമ്മളൊരു ലോൺ എടുത്ത് വീട് വയ്ക്കുന്നത് ഒരു അസറ്റ് ക്രിയേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇപ്പോഴത്തെ സ്പെൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, പലതും മറ്റേ ഈ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ രീതിയിൽ നമ്മൾ ഒരുപാട് വാങ്ങും. ഇപ്പോൾ ഓൺലൈൻ പർച്ചേസൊക്കെ നടത്തുമ്പോഴത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും നമുക്ക് പ്രൈസ് കുറവാണെന്നോ ഡിസ്കൗണ്ട് ആണെന്നോ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നു. കാരണം EMI ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ സ്പെൻഡ് ചെയ്യുന്നത് വളരെ തുക. ഇപ്പം ഒരു തുക ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയാണെങ്കിലല്ലേ അത്രയും പൈസ പോയി എന്ന് പോലും നമ്മൾ ആലോചിക്കുള്ളൂ. നേരെ മറിച്ച് കുറേശ്ശെ ആകുമ്പോഴത്തേക്ക് അത് നമ്മൾ അറിയുക പോലുമില്ല. അത് ഓരോ മാസവും 2 മാസം കൂടുമ്പോഴും നമ്മൾ EMI ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും EMI ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ബാങ്ക് ലോണിൽ നിന്ന് എടുത്തിരിക്കുന്ന EMI ആയിരിക്കും നമ്മൾ EMI ആയിട്ട് കണക്കാക്കുക. ഇതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്രെഡിറ്റ് കാർഡോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുന്നതിൻ്റെ EMI ഒന്നും നമ്മൾ EMI ആയിട്ട് കണക്കാക്കില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൈസസാണ്. പിന്നെ ഇതിനകത്ത്
ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ EMI ആയിട്ട് വാങ്ങുമ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും അടച്ചു കഴിഞ്ഞാൽ പോലും അവർ പ്രോപ്പറായിട്ട് അതൊന്നും ക്ലോസ് ചെയ്യത്തില്ല, അതിൻ്റെ പേപ്പർ വർക്കുകളൊന്നും ക്ലിയർ ആയിട്ട് ചെയ്യില്ല. അതുകൊണ്ട് സിബിലിലൊക്കെ അത് മിക്കവാറും ഒരു ക്രെഡിറ്റ് സ്കോർ കമ്പനികളിൽ അതൊക്കെ ഒരു ലോണായിട്ട് തന്നെ ചിലപ്പോൾ അവശേഷിക്കും. പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു വായ്പ എടുക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ സ്കോർ മോശമാണെന്നൊക്കെ കാണുക. അപ്പോൾ വ്യവസ്ഥാപിതമായി നടക്കുന്ന നമുക്ക് ആക്സസ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ നമ്മളെപ്പോഴും വായ്പകളും മറ്റുള്ള എടുക്കുക. ഇപ്പം നമുക്ക് ലോൺ ആപ്പുകളൊക്കെ കാണുന്നില്ലേ, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഏത് മാർഗ്ഗവും നമ്മൾ വായ്പ എടുക്കാനുള്ള ഒരു ചെയ്യണം. EMI കൾച്ചറിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലോൺ ആപ്പുകൾ ദുരന്തമാണെന്നും തട്ടിപ്പാണെന്നും അറിഞ്ഞിട്ട് പോലും നമുക്ക് പലപ്പോഴും അതിനെ ആശ്രയിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് വളർന്നു വരുന്ന തലമുറയിലും ഉള്ള ആളുകളുടെ ഇടയിലും ഒക്കെ ഒരു വലിയ ഗ്രോയിങ് കൺസേൺ ആയിട്ട് വരുന്നത് EMI കൾച്ചറാണ്. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.